പശുക്കൾക്ക് പുല്ല്. അയ്യോ എന്നെ പിടിച്ചു നിർത്തിയാ വൃന്ദാവനത്തിലെ നമ്മുടെ ഗോകുലത്തിന് പോയപ്പോ നന്ദഗോപരുടെ ഗ്രഹം അതാണ്. നന്ദഗാവ് ഇവിടെയാണ്. നന്ദഗോപരുടെ ഒറിജിനൽ ഗാവ് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് അദ്ദേഹം പോയതെന്നാണ്. ഈ നാട്ടുകാരനാണ് നന്ദഗോപൻ. അതുകൊണ്ട് കൃഷ്ണനെ എല്ലാവരും ഈ നാട്ടുകാരനായിട്ടാണ് ഈ സ്ഥലത്തിനെ നന്ദഗാവ് എന്നാണ്. നന്ദഗോപരുടെ ഗ്രഹം ഈ സ്ഥലത്തായിരുന്നു. ഇവിടെ നിന്നാണ് പിന്നീട് അവർ ഗോകുലത്തിലേക്കൊക്കെ പോകുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് വജ്രനാഥൻ. വജ്രനാഥ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ രുക്മിണിയിലുണ്ടായ പുത്രനാണ് പ്രദ്യുമ്നൻ. പ്രദ്യുമ്നന്റെ പുത്രനാണ് അനിരുദ്ധൻ. വജ്രനാഥനാണ് പിൽക്കാലത്ത് ഈ മധുര വൃന്ദാവനത്തിലൊക്കെ കൃഷ്ണന്റെ അമ്പലങ്ങള് പണിയാനും ആ സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഒരു കാര്യമാണ്. വജ്രനാഥന്റെ കാലത്തിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് ഈ സ്ഥലങ്ങളുടെയൊക്കെ പേര് ഇപ്പോഴും അത് തന്നെ. അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലെ കുറെ അന്ധവിശ്വാസികൾ നമ്മളെ വിളിക്കുന്നത്, അവര് ചോദിക്കുന്ന ചോദ്യം ത്രേതായുഗത്തിൽ നടന്ന കാര്യം ഇപ്പൊ എങ്ങനെ തെളിയിക്കാം. നമ്മള് രാമായണം എടുത്തു നോക്കിയാല് ചരിത്രം, നമ്മളെ ചരിത്രത്തിന്റെ ദൃഷ്ടിയിൽ ഒരു 3000-ലധികം വർഷം പഴക്കമുണ്ട്. അതായത് ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് എഴുതിയ കൃതിയാണ് രാമായണം എന്നുള്ളതിൽ, ഭാഗവതം എന്നുള്ളതിൽ തർക്കമില്ല. ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പാണ്
വാൽമീകി രാമായണം രചിച്ചത് എന്നത് ഹിസ്റ്റോറിയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ചരിത്രകാരന്മാര് വിത്ത് ആർക്കിയോളജിക്കൽ അതിന്റെ കാലഘട്ടവും മറ്റൊക്കെ തെളിയിച്ചു. അങ്ങനെ നോക്കുകയാണെങ്കിൽ രാമായണത്തിൽ പറഞ്ഞ പല സ്ഥലങ്ങളും ഇന്നും അതുപോലെ പേരുകൾ തന്നെ. ഉദാഹരണം, നമ്മള് അയോധ്യ എന്നുള്ള പേര് ഇന്നും അതുപോലെ, ലങ്ക എന്നുള്ള പേര് ഇന്നും അതുപോലെ, രാമേശ്വരം എന്നുള്ള പേര് ഇന്നും അതുപോലെ, ചിത്രകൂടം എന്നുള്ള പേര് ഇന്നും, കാശി എന്ന പേര് ഇന്നും, പഞ്ചവടി, അതൊക്കെ ആ പേരുകൾക്ക് ഒരു കാശിയിൽ നിന്നും പേര് മാറിയിട്ടേ ഇല്ല. അയോധ്യ, എന്തിനേറെ കേരളത്തിൽ പമ്പാ നദി എന്നുള്ളത് അതുപോലെയുണ്ട്. ആരെങ്കിലും ആ പേര് മാറ്റിയിട്ടുണ്ടോ? എത്ര കാലം മുതൽക്ക് തന്നെ ഈ പേരുകൾ നിലനിന്നു. അന്ന് ഇത് എഴുതി വെക്കുമ്പോ പമ്പ, ഇന്ന് പമ്പയില്ല. ഒരു വിവരമില്ലാതെ എഴുതി വെക്കും. അത് എന്തെങ്കിലും ചെറിയൊരു പ്രൂഫില്ലാതെ എഴുതി വെക്കില്ലല്ലോ. എല്ലാം കഥകളാണെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മ ലീലാഭൂമിയാണ് എന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭക്തിവിശ്വാസങ്ങൾ വർദ്ധിപ്പിക്കാനാണ്, നമ്മൾ ചരിത്രം തെളിയിക്കാനല്ല വന്നത്. ഇവിടെ വന്ന് നമ്മുടെ മനസ്സിനൊരു ശുദ്ധീകരണം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെ, ഒരു ജന്മസാഫല്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനാണ് നമ്മൾ വന്നത്. അല്ലാതെ ഈ സ്ഥലം കണ്ടിട്ടൊന്നും നമുക്ക് കിട്ടാനില്ല. ഈ ക്ഷേത്രങ്ങൾക്കല്ല മഹിമ. ക്ഷേത്രങ്ങളൊക്കെ കാലഘട്ടമുണ്ടായിരുന്നു. അതോടൊപ്പം പണ്ടകളും പണ്ഡിറ്റുകളൊക്കെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ അവർക്ക് 10 രൂപ ഉണ്ടാക്കും. പക്ഷെ ഈ സ്ഥലത്തിന്റെ ഒരു മഹത്വം അത് ഈ ക്ഷേത്രം കൊണ്ടുണ്ടാകും. ക്ഷേത്രം പിന്നീടുണ്ടാകും. നമ്മളിരിക്കുന്ന ഈ മണ്ണ് ഭഗവാൻ കൃഷ്ണന്റെ ജീവിതമായിട്ട് ഇത്രയും നമ്മളുടെ ക്ഷേത്രത്തിൽ വരുമ്പോൾ ആ ഭക്തിയാണ്. കാരണം ഈ ക്ഷേത്രം പഠിക്കുന്നത് പട്ടങ്ങൾ ജീവിതവും സാധിക്കും. താഴെ കൊണ്ടൊരു ചായ കൊടുത്ത വഴി റൈറ്റിലേക്ക്